കോഴിക്കോട് തോട്ടുമുക്കത്ത് വീട്ടിൽ കയറി കുടുംബത്തെ ആക്രമിച്ചതായി പരാതി. തോട്ടുമുക്കം ഭഗവതി പറമ്പിൽ സ്വദേശി ചന്ദ്രനും മാതാവ് ജാനകിക്കുമാണ് മർദ്ദനമേറ്റത്. തോട്ടുമുക്കം സ്വദേശി ശാലുമോൻ സുഹൃത്തുമാണ് കുടുംബത്തെ ആക്രമിച്ചത്. വാഹനത്തിൽ നിന്നും കഞ്ചാവും മദ്യക്കുപ്പിയും മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഗൃഹനാഥന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. രണ്ട് കഞ്ചാവ് പൊതി ഉണ്ട്, പിന്നെ ബ്രാൻഡി. അത് മാമ എടുത്തോണ്ട് പോന്ന് അതിനിവിടെ വന്ന് രാത്രി വന്ന് 1 മണിയൊക്കെ ആയപ്പോ വന്ന് കച്ചറുണ്ടാക്കി, എല്ലാരെയും തല്ലി. ഇന്നലെ അർദ്ധരാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. തോട്ടുമുഖത്തെ ഓട്ടോ ഡ്രൈവർ പനമ്പ്ലാവ് സ്വദേശി ശാലുമോനും സുഹൃത്തും ചേർന്ന് തോട്ടുമുഖത്തെ ചന്ദ്രന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വീട്ടുകാരെ മർദ്ദിക്കുകയായിരുന്നു. മാമനെ വണ്ടിന്ന് വലിച്ചു ചാടിച്ച്. അപ്പൊ മാത്യു ചേട്ടന്റെ വീട്ടില് മാത്യു ചേട്ടനെ വിളിക്കാൻ പോയപ്പോ കാറായിട്ട് ഓലപ്പോ അമ്മനെ ഇടിച്ചിടാൻ വേണ്ടി പോയി. അപ്പൊ മാമ പിടിച്ച് വലിച്ചോണ്ട് വണ്ടി തട്ടിയിട്ടില്ല. ശാലുമോനെ മാത്രമേ അറിയുള്ളൂ. തുടർന്ന് ചന്ദ്രൻ അസഭ്യം പറയുകയും വഴി തടസ്സപ്പെടുത്തി കഴുത്തിന് പിടിച്ച് തള്ളുകയും തകരശീറ്റ് കൊണ്ട് ക്രൂരമായി അടിക്കുകയും ചെയ്തു. തടയാനെത്തിയ 82-കാരിയായ മാതാവ് ജാനകിയും പ്രതികൾ മർദ്ദിച്ചു. വാഹനത്തിൽ നിന്ന് കഞ്ചാവും മദ്യക്കുപ്പിയും മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആളുമാറി മർദ്ദിച്ചതാണെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഗൃഹനാഥൻ ചന്ദ്രന്റെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവശേഷം 2 പ്രതികളും ഒളിവിൽ പോയി. സംഭവത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറൽ, മർദ്ദനം എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.